മോർണിംഗ് ഗൈസ്. അങ്ങനെ നമ്മൾ പാലക്കാട് റൂമെടുത്ത് നിന്നൊക്കെയാണ്. എന്നാൽ നമ്മളിപ്പോൾ ഇവിടുന്ന് റെഡിയായി ഇറങ്ങാൻ പോകണമെന്ന് കൊല്ലംകോട് പോകണം. അപ്പോൾ റൂമിൽ നിന്ന് പാക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ലഗേജ് സൈക്കിളിൽ സെറ്റ് ചെയ്താൽ മതി. പിന്നെ നമുക്ക് ഇവിടുത്തെ സൈക്ലിംഗ് ക്ലബ്ബുകാർ നമ്മളെടുത്ത് ചെല്ലാൻ പറഞ്ഞിട്ടുള്ളത്. ഇനി അവരെ കണ്ടിട്ട് അങ്ങനെ മീറ്റ് ചെയ്ത് നമ്മളിങ്ങനെ കൊല്ലംകോട് പോവായിരിക്കും. നോർമലി അപ്പോൾ എപ്പോഴാണ് റൈഡ് കൊടുക്കും? അതെ അർഷ സൂപ്പർ അല്ലേ? എടുത്താലോ എടുത്താലോ അതിപ്പോ നമ്മൾ അയച്ചാണ്. ഇല്ല, കുഴപ്പമില്ല. വീഡിയോ കണ്ടിട്ട് വന്നാണ്. പേരെന്താ? പേര് ഗോകുൽ. ഗോകുൽ. സ്ഥലം? സ്ഥലം കൊല്ലംകോടാണ്. കൊല്ലംകോടാണ്. തൃശ്ശൂരാണ്. അബിലിന് പേര്. തൃശ്ശൂരാണല്ലേ? തൃശ്ശൂരാണ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ മനസ്സിലായി. അല്ല, ഞങ്ങളെ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. പാലക്കാട് എത്തിയെന്ന് പറഞ്ഞൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു പേജില്. അപ്പൊ അങ്ങനെ കണ്ടപ്പോ പെട്ടെന്ന് അങ്ങനെ നിർത്തി വന്നതാണ്. പിന്നെ പിള്ളേരൊക്കെ കാണല്ലോ. അതെ. ഇത് നേരെ എവിടേക്കാ? ഈ കൊല്ലംകോട്. എന്റെ സ്ഥലം കൊല്ലംകോടാണല്ലേ? ഓക്കെ, ശരി, ഞാൻ അവിടെ വരാം. എന്ത് കാര്യം വിളിച്ചോട്ടെ. ഓക്കെ, അപ്പൊ ഹാപ്പി ചെയ്യണേ. ഓക്കെ, റെഡി. ശരി. പാലക്കാട് തൊട്ട് കായിൻ്റെ സൈക്കിളിന് ബെൻഡ് വരുന്നുണ്ടായിരുന്നു. ലാസ്റ്റ് നമ്മൾ കുറേ ശരിയാക്കാൻ നോക്കി. ലാസ്റ്റ് നമ്മളത് വെൽഡ് ചെയ്യിപ്പിക്കുക ചെയ്തത്. അതിനുശേഷം പിന്നെ വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല. പിന്നെ നമ്മളങ്ങനെ വീണ്ടും റൈഡ് ചെയ്ത് അങ്ങനെ ഏകദേശം നമ്മൾ കൊല്ലംകോട് എത്താനായി. കൊല്ലംകോടൊക്കെ എത്താനായപ്പോൾ നമ്മൾ നേരത്തെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 7-8 മണിയൊക്കെ ആയപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ എങ്കിലും നമ്മൾ റൈഡ് ചെയ്ത് അവരുടെ കൂടെയൊക്കെ റൈഡ് ചെയ്ത് പിന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് അതിന് ശേഷം പിന്നെ സൈക്കിളിന് ഈ ഒരു കംപ്ലൈൻറ്റ് ഉള്ളതുകൊണ്ട് അവിടെ നിന്ന് തന്നെ കുറേ നേരമാക്കാൻ നോക്കി. പിന്നെ പറ്റാതെ വന്നപ്പോഴാണ് നമ്മൾ വെൽഡ് ചെയ്തത്. പിന്നെ നമ്മൾ ഉച്ചയാണെങ്കിലും കൊല്ലംകോട് നല്ല ഭംഗിയാണല്ലോ അവിടുത്തെ കാഴ്ചകളൊക്കെ. അപ്പോൾ അതൊക്കെ ആസ്വദിച്ച് ഞങ്ങളെല്ലാവരും അങ്ങനെ റൈഡ് ചെയ്തു. ഞങ്ങളുടെ കൂടെ ഒരു സ്പെഷ്യൽ ആളും കൂടി ഉണ്ട് റൈഡ് ചെയ്യാൻ. ഗണേശനും ഉണ്ടായിരുന്നു നമ്മളെ കൂടെ റൈഡ് ചെയ്യാൻ. അവർ ചെന്നൈയിലുള്ള ആളാണ്. അവർ കൊല്ലംകോട്ടേക്കാണ് നമ്മൾ റൈഡ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ കൊല്ലംകോട് വരെ നമ്മളെ കൂടെ റൈഡ് ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞ് അങ്ങനെ വന്നതേന്. അപ്പോൾ എല്ലാവരും പാടെ നല്ല രസമായിട്ട് അങ്ങനെ നമ്മൾ റൈഡ് ചെയ്ത് നമ്മൾ ഫാം സ്റ്റേയിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ ആയിരുന്നു നമ്മളെ ഇനി 2-3 ദിവസം താമസിക്കാൻ പോകുന്നത്. SR ഫാം സ്റ്റേ കൊല്ലംകോട്. നമ്മൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തിട്ട് അത്യാവശ്യം റിവ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കുട്ടികൾക്ക് ഈ ഒരു കൃഷി രീതികളും അതുപോലെ തന്നെ അവിടുത്തെ നാട്ടുഭംഗിയൊക്കെ ആസ്വദിച്ച് കൊടുക്കാനാണ് നമ്മൾ ഇങ്ങനെ ഒരു സ്റ്റേ ഒരു യാത്രയുടെ ഭാഗമായിട്ട് നമ്മൾ തപ്പിപ്പിടിച്ചത്. അതൊന്നാമത് കുട്ടികൾക്ക് ആ ഒരു കേരള തനിമ അതുപോലെ തന്നെ നെൽകൃഷിയും പാടവും പുഴയും തോടും എല്ലാം തന്നെ ഈ ഒരു ഫാം സ്റ്റേൻ്റെ ചുറ്റുഭാഗത്തായിട്ട് തന്നെ ഉണ്ട്. അപ്പോൾ അവർക്ക് അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാനൊന്നും കൂടി ഈസി ആയിരിക്കും. ഇപ്പോൾ ഒരു ഏകദേശം 2:30-3 മണിയൊക്കെ ആവാനായിട്ടുണ്ടാകും. അപ്പോൾ നമ്മൾ സൈക്കിൾ അവിടെ പാർക്ക് ചെയ്തതിന് ശേഷം പിന്നെ ഇനിയിപ്പോൾ ഇവിടുന്ന് ഫുഡ് നമുക്ക് വാങ്ങുന്നുണ്ടെങ്കിൽ ഇവിടെ ഓർഡർ ചെയ്ത് കഴിക്കപ്പോൾ ഗണേശണ്ണന് നമ്മളെ ഇവിടെ കൊല്ലംകോട് ഫേമസ് സ്പോട്ടാണല്ലോ നമ്മളെ അയ്യപ്പേട്ടൻ്റെ ഓണം. അങ്ങനെ നമ്മൾ അയ്യപ്പേട്ടനെ കണ്ടു. അയ്യപ്പേട്ടൻ്റെ കടയിൽ ചെന്ന് ഓരോരുത്തർ നമ്മൾ വിളിച്ച് പറഞ്ഞു. ഏകദേശം 3-4 മണിയൊക്കെ ആയിരുന്നു. അവിടെ ഊണ് കഴിയുന്ന സമയമാണ്. നമ്മൾ മുൻകൂട്ടി ബുക്ക് ചെയ്തുകൊണ്ട് തന്നെ ഫുഡ് ഉണ്ടായിരുന്നു. അടിപൊളി ഫുഡ് ഒന്നും പറയാനില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതിനുശേഷം എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ഗണേശൻ്റെ ഈ ഒരു സൈക്കിൾ റൈഡ് ചെയ്ത് പോകാൻ. ഇത് ഒരു സ്പെഷ്യലാണ്. നമുക്ക് മടക്കി ചുട്ടി
ക്യാരി ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന സൈക്കിളാണ്. അപ്പോൾ നല്ല രസമായിട്ട് ഞാനത് കുറച്ച് നേരം റൈഡ് ചെയ്യുകയൊക്കെ ചെയ്തു. കുറച്ച് പ്രാക്ടീസ് വേണമെന്നെങ്കിൽ നമുക്കത് ഈസി ആയിട്ട് റൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ കാഹിൽ പിന്നെ എവിടെയെങ്കിലും ഗ്യാപ്പ് ഇട്ടിൻ്റെ സൈക്കിൾ ഓടിക്കുകയും ചെയ്യും, അത് എവിടെയെങ്കിലുമൊക്കെ മറിച്ചിടുകയും ചെയ്യും. അങ്ങനെ അവർക്ക് കുട്ടികൾക്ക് ഓടിക്കളിക്കാനും ഒക്കെ ആയിട്ട് ഇനിയിപ്പോൾ എന്തായാലും 2-3 ദിവസം ഇവിടെ നല്ല രസമായിരിക്കും നമുക്ക്. ഗണേശന് അങ്ങനെ സൈക്കിളൊക്കെ പാക്ക് ചെയ്ത് നമ്മളടുത്ത് യാത്ര പറഞ്ഞ് പോകാൻ ഒരുങ്ങാൻ. എന്തായാലും നല്ല രസമായിരുന്നു അവർ കൂടെ ഉണ്ടായതിനെ കൊണ്ട് നമുക്ക്. ഞങ്ങൾ ആരോഗ്യമൊക്കെ കൊടുക്കട്ടെ. പിന്നെ അവിടെ നിന്ന് വെയിൽ കൊണ്ട് ഞങ്ങൾ വയനാട് പോയപ്പോൾ ചുരം കയറിയപ്പോൾ അവിടുന്ന് പിന്നെ ഞങ്ങൾ നേരെ ഇറങ്ങുന്നത് അവിടെ ബാക്ക് സൈഡിലുള്ള നെൽപ്പാടം കാണാനാണ്. നല്ല പാലക്കാടൻ മട്ട റൈസ് കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളാണ്. അടിപൊളി, ഒരു രക്ഷയില്ല. എനിക്ക് അവിടെ ഒരു സ്പോട്ടൊക്കെ കണ്ടപ്പോൾ നമ്മൾ ഇങ്ങനെ ചിത്രമൊക്കെ വരക്കുമല്ലോ പണ്ട് ചെറുതായിരുന്ന സമയത്ത്, ഇങ്ങനെ തെങ്ങിൻ്റെ ഇടയിൽ കൂടെ സൂര്യൻ ഇങ്ങനെ ഉദിച്ചു വരുന്നതും അല്ലെങ്കിൽ സൺസെറ്റും ഒക്കെ ആയിട്ട് നമ്മളിങ്ങനെ പിക്ചറിൽ വരക്കുമല്ലോ, അതേപോലൊരു വിഷ്വലാണ് എനിക്ക് അവിടെ കാണാൻ പറ്റിയത്. നമുക്ക് ഒരു അത്രയിൽ ഇതുവരെ നമുക്ക് ബീച്ച് സൈഡിലായിരുന്നു അധികം നമുക്ക് സൺസെറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതൊരു പാടത്തിൻ്റെ ഇടയിൽ ആ ഒരു സൂര്യൻ്റെ റെഡ് ലൈറ്റൊക്കെ ഇങ്ങനെ മുഖത്ത് അടിച്ചിട്ട് രസമായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഒരു 2-3 ദിവസം നമുക്ക് ഈ ഒരു കേരളീയ തനിമയിൽ അത്രയും മനോഹരമായിട്ടുള്ളൊരു അടിപൊളി ദിവസങ്ങളൊക്കെ ഇരുന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നു. കൊല്ലംകോട് ഞാൻ പിന്നെ വീഡിയോസിലും കാര്യങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട് കൊല്ലംകോടിൻ്റെ ഭംഗി. അതേപോലെ കൊല്ലംകോട് ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട്. പറ്റുന്നത് പോലെ സൈക്കിളിൽ റൈഡ് ചെയ്തിട്ട് പോകണം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സ്കൂട്ടി എന്തെങ്കിലും എൻ്റെ അടുത്തിട്ട് ഇവിടെ കൊല്ലംകോട് ഒരു പ്രശ്നമില്ല എന്താ വെച്ചാൽ റോഡൊക്കെ ഭയങ്കര മോശമാണ്. അങ്ങനെ നമ്മൾ ഈവനിങ് ആയപ്പോൾ എല്ലാവരും കുളിച്ച് ഫ്രഷായി അവിടെ നമുക്ക് ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇനിയിപ്പോൾ എന്തായാലും 2-3 ദിവസം നമ്മളിവിടെ ഉണ്ടാവും. കൊല്ലംകോട് എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൽ ഒരു വട്ടമെങ്കിലും നമ്മളൊന്ന് വിസിറ്റ് ചെയ്യേണ്ടതും അല്ലെങ്കിൽ ഒന്ന് പോയി താമസിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണെന്ന് ഞാൻ പറയും. ഞങ്ങൾക്ക് ഒരു യാത്രയിൽ അവിടെ എത്തിയത് അത്രയും വേർത്തായിട്ട് നമുക്ക് ഫീൽ ചെയ്തത്. അത് കൊല്ലംകോട് നമ്മൾ മക്കൾക്കാണെങ്കിലും നമുക്കാണെങ്കിലും നമ്മളൊരു മാറി നിന്ന് പോയ ഒരു കേരളത്തിൻ്റെ പഴമയും തനിമയും നമുക്ക് അവിടെ കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്നവരെന്തായാലും കൊല്ലംകോട് ഒന്ന് ലൈഫിൽ ഒരു വട്ടമെങ്കിലും വിസിറ്റ് ചെയ്യണം. താങ്ക് യു.